നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ടുകൾ. മുകേഷ് അടക്കമുള്ളവർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ നിന്ന് പിന്മാറി നടി. സർക്കാർ പിന്തുണ നൽകിയില്ലെന്ന ആരോപണം. തനിക്കെതിരായ പോക്സോ കേസിലെ സത്യം തെളിയിക്കാൻ പോലീസ് തയ്യാറാകാത്തത് വിഷമിപ്പിച്ചുവെന്നും നടി. മണിയംപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയും പിൻവലിക്കും. പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികൾ അറസ്റ്റിൽ. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് അമ്മുവിന്റെ കുടുംബം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി ചെറിയാനൊപ്പം പാർട്ടി. രാജിവെക്കേണ്ടെന്ന് CPM. കേസ് നിയമപരമായി നേരിടാൻ നിർദ്ദേശം. ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്ന് മന്ത്രി പി രാജീവ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം എന്ന് നൽകുമെന്ന് വ്യക്തമാക്കാതെ കേന്ദ്രം. നടപടികൾ പുരോഗമിക്കുകയാണെന്ന സത്യവാങ്മൂലം. ജനവിരുദ്ധമായ ഹർത്താൽ നടത്തിയിട്ട് എന്തു കിട്ടിയെന്ന് ഹൈക്കോടതി. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം. നിയമസാധ്യതകൾ ചർച്ച ചെയ്യും. ഫറൂഖ് കോളേജിന്റെ അപ്പീൽ പരിഗണിക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ ഡിസംബർ 6 മാറ്റി. നെഞ്ചിടിപ്പിൽ മുന്നണികൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. സാമൂഹ്യ മാധ്യമങ്ങളിൽ പാലക്കാട് ജയമാഘോഷിച്ച BJP. വയനാടും പാലക്കാടും മാത്രമല്ല, ചേലക്കരയും നേടുമെന്ന് UDF. ചേലക്കര നിലനിർത്തുമെന്ന് LDF. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന 4 പേർ പിടിയിൽ. പിടിയിലായവരിൽ നിന്ന് സ്വർണം കണ്ടെത്താനായില്ല. സ്കൂട്ടറിൽ കാറിടിച്ച് വീഴ്ത്തി കവർന്നത് 3.5 കിലോ സ്വർണം. സംഘത്തിൽ 4 പേർ കൂടിയുണ്ടെന്ന് പോലീസ്. പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിൽ. ദേശീയ തലത്തിൽ മലയാളത്തിന്റെ സാംസ്കാരിക ചൈതന്യം പ്രസരിപ്പിച്ചിരുന്ന വ്യക്തിത്വമെന്ന് മുഖ്യമന്ത്രി. ബർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കും ബാറ്റിംഗ് തകർച്ച. മുൻനിര വിക്കറ്റുകൾ വീണു. ജസ്പ്രീത് ബുംറയ്ക്ക് 3 വിക്കറ്റ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്. 41 റൺസിലെടുത്ത നിതീഷ് റെഡ്ഡി ടോപ്പ് സ്കോറർ. അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത മാറുന്നില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികൾ അറസ്റ്റിൽ. ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. നിരന്തരം പീഡനം ഇവരിൽ നിന്ന് അമ്മു നേരിട്ടിരുന്നുവെന്ന് കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണെന്നും കുടുംബം ആക്ഷേപമുന്നയിച്ചു. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന. ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന്റെ ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലയ്ക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുളെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും
മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. ആത്മഹത്യാപ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അഗ്രിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അഗ്രിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. പക്ഷേ അമ്മൂൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം, പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം, അറസ്റ്റ് വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. മകൾ നേരിട്ട നിരന്തര പീഡനത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതരെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ 3 വിദ്യാർത്ഥിനികളെ കോടതിയിൽ ഹാജരാക്കി. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത്. ശശി നാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശി, എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്? ഈ അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 വിദ്യാർത്ഥികളെ, അതായത് പത്തനാപുരം സ്വദേശി അലീന, അഷിത, അയർക്കുന്ന് സ്വദേശി അഞ്ജന എന്നീ 3 പേരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ 3 കുട്ടികളെയും സഹപാഠികളെയും ഹാജരാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം അറിയാം റിമാൻഡിലായോ എന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പിന്നീട് അറിയാം. എന്തായാലും ഈ 3 പേരും ഈ അമ്മു സജീവനുമായി മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതരാണ്. അത് കൃത്യമായി ഈ വീട്ടുകാരുടെയും അതുപോലെ തന്നെ നിലവിലുള്ള വിദ്യാർത്ഥി സഹപാഠികളായ മറ്റു വിദ്യാർത്ഥികളൊക്കെ ഇവർക്കെതിരെയുള്ള മൊഴികളും പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇവരെ കസ്റ്റഡിയെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. എന്തായാലും പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കാരണം വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഇതിന് ശേഷമായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ നൽകുക. എന്തായാലും വിശദമായൊരു ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പരാതി ഉയർത്തിയ കുടുംബത്തിന്റെ ആരോപണം പ്രധാനമായി ഈ 3 പെൺകുട്ടികൾക്ക് ആണ് ഇതിന് പിന്നിലുള്ളത്. അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഇതിനൊപ്പം ഉണ്ടെന്നുള്ള കാര്യം കൂടി ചില സൂചനകളുണ്ട്. 6 പേരുടെ പേരുകൾ, 6 സഹപാഠികളായ 6 പേരും ഈ 3 പെൺകുട്ടികളൊപ്പം ഉണ്ടെന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. പോലീസ് അത്തരം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് അക്കാര്യത്തിൽ നമുക്ക് വ്യക്തമില്ല. പക്ഷേ പോലീസ് അങ്ങനെയാണ് പറയുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി നീക്കും. അവർക്കിലേക്കും അന്വേഷണം ആവശ്യമാണ്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മു സജീവിന്റെ മരണത്തിലുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ ഈ 3 പെൺകുട്ടികൾക്കെതിരെയാണ് കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം പരാതി ഉന്നയിച്ചിരുന്നത്. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒക്ടോബർ 24 ആദ്യം പരാതി കൊടുക്കുന്നു. അതിനെ തുടർന്ന് പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി മെമ്മോ നൽകുന്നു. പിന്നെ തുടർ നടപടി ഉണ്ടാകുന്നില്ല. വീട്ടുകാരുമായി ആലോചിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയാണ് പ്രിൻസിപ്പൽ വിട്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു വീഴ്ചയായി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഗൗരവകരമായ രീതിയിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നാണ് പോലീസ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ വിദ്യാർത്ഥികളുടെ സഹപാഠികളായ വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള ഒരു 6 വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് കൂടി സൂചനയുണ്ട്. അത്തരം അവരിലേക്കും അന്വേഷണം പോകാൻ സാധ്യതയുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും മൊഴികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിരുന്നു. ഒപ്പം ഹോസ്റ്റൽ വാർഡിന്റെ അടക്കമുള്ള മൊഴികൾ കൂടി അവിടെ നിന്നുള്ള തെളിവുകൾ കൂടി ശേഖരിക്കാൻ പോലീസ് തയ്യാറാകും. എങ്ങനെ കൃത്യമായി ഒരു അന്വേഷണം നടത്തി ഈ മരണത്തിന്റെ കാരണങ്ങളിൽ എത്തുമെന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അതനുസരിച്ചുള്ള പഴുതുടത്തുള്ള അന്വേഷണമാണ് പത്തനംതിട്ട DSP നന്ദകുമാർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തുന്നത്. എന്തായാലും ഈ പ്രതികളായ ഈ കുടുംബം ആരോപിക്കുന്ന ഈ സഹപാഠികളായ 3 പേരെയും പത്തനംതിട്ടയിലെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം റിമാൻഡിലാവുന്ന കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ ഈ 3 പേരും പിടിയിലാവുന്നത്. നിലവിൽ പലതരത്തിലുള്ള മാനസികമായ സമ്മർദ്ദങ്ങൾ, ശാരീരിക പീഡനങ്ങളൊക്കെ
അമ്മു കഴിഞ്ഞ കുറെ നാളുകളായി ഇവരിൽ നിന്നും ഏൽക്കേണ്ടി വന്നു. അതെല്ലാം തുറന്നു പറയുകയും അച്ഛനോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പിതാവ് ഈ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ആ പരാതിയിൽ വലിയ ഗൗരവമില്ലാതായി പോയി എന്നുള്ളതാണ് അറിയുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുട്ടി ആത്മഹത്യ ചെയ്യാനിലേക്ക് എത്തിയത്. സജീവിന്റെ മരണത്തിൽ കുടുംബം ഉന്നയിക്കുന്നത് അത് കൊലപാതകമാണെന്നാണ്. നടനും 3 സഹപാഠികൾ അറസ്റ്റിലായിരുന്നു. അവരിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ അതിന്റെ വിവരങ്ങളാണ് ശശി നാരായണൻ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായുള്ള പരാതികൾ പിൻവലിക്കുകയാണെന്ന് പരാതിക്കാരിയായ നടി. തനിക്ക് സർക്കാരിൽ നിന്നും പിന്തുണ കിട്ടിയില്ല, കേസുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ ഇമെയിൽ അയക്കുമെന്നും നടി അറിയിച്ചു. മാധ്യമങ്ങളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നടി പറഞ്ഞു. കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൽ അയച്ചോ? പോക്സോ കേസിന്റെ അയച്ചിട്ടില്ല. 3 ദിവസത്തിനുള്ളിൽ അയക്കും. 3 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്താ വരുന്നത്, അതിനുശേഷം 3 ദിവസത്തോടെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കും. ഇല്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അയക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണ വിധേയരുടെ ഒരു വിജയം തന്നെ ആയിരിക്കില്ലേ? കാരണം വിജയിക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ വിജയിപ്പിക്കുന്നത്. ഗവൺമെന്റിന് സപ്പോർട്ടായിട്ട് ഒരു സ്ത്രീയാണ് മുൻപോട്ട് വന്നത്. ആ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ വിജയിക്കട്ടെ. അത് ഗവൺമെന്റിന്റെ അനാസ്ഥയാണ്. കാരണം മുകേഷ് അടക്കം 7 പേർക്കെതിരെ ആലുവ സ്വദേശിനിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കുമ്പോൾ ഇത്തരം പരാതികളുടെ വിശ്വാസ്യത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രശസ്തിയും പണവും ലക്ഷ്യമിട്ടാണ് പലരും പ്രമുഖർക്കെതിരെ പരാതികൾ ഉന്നയിക്കുന്നത് എന്ന ആരോപണത്തിനും ഇത് കരുത്തു പകരും. നൂറ്റാണ്ടുകളായി ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനായി പുതിയ കാലത്ത് നിർമ്മിച്ച നിയമങ്ങൾ, നീതി ഉറപ്പാക്കുന്ന പുരോഗമനാത്മക നിയമങ്ങൾ, ഇത് ചിലർ ദുരുപയോഗം ചെയ്യുമ്പോൾ നിഷേധിക്കപ്പെടുന്നത് ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ നീതിയാണ്. ഒപ്പം ഇവർ സംരക്ഷണമൊരുക്കുന്നത് യഥാർത്ഥ വേട്ടക്കാർക്കാണ്. സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധത തുറന്നുകാട്ടുന്നതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ കൊടിയ അനീതികൾക്കും ചൂഷണങ്ങൾക്കും നേരെ പിടിച്ച കണ്ണാടി. എന്നാൽ ഇതിന്റെ മറവിൽ വന്ന ചില പരാതികളെങ്കിലും സംശയം ജനിപ്പിക്കുന്നതാണ്. പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിങ്ങുകളെന്ന് സംശയിക്കാവുന്നവ. അത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ഇന്ന് ഒരു പരാതിക്കാരി പറഞ്ഞ വാക്കുകൾ. പോക്സോ കേസ് എനിക്കെതിരെ, ഒരു ഫാബ്രിക്കേറ്റഡ് ഒരു കേസ് എനിക്കെതിരെ വന്നു. അതിനുശേഷം ഒരു പോലീസുകാർ എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഈ പോക്സോ കേസിനെതിരെ ഗവൺമെന്റ് ആണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും പേർക്കെതിരെ കേസ് പറഞ്ഞ് മുൻപോട്ട് വന്നപ്പോൾ ഒരു കള്ളക്കേസ് എനിക്കെതിരെ വന്നപ്പോൾ അത് സത്യമാണോ ഇല്ല നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ചുമതല ഗവൺമെന്റിനുണ്ട്. ഞാൻ ഈ കേസെല്ലാം പിൻവലിക്കും. ഈ നടന്മാരുടെ എല്ലാ കേസ് പറയും. എന്നിട്ട് ഒറ്റയ്ക്ക് പോക്സോ കേസിനെതിരെ പോകും. അത് ഐ ഗോ ടു എനി എക്സ്റ്റെന്റ്. അതിനിത് പിൻവലിക്കണമെന്നുണ്ടോ? ഈ നടന്മാർക്കെതിരായിട്ടുള്ള കേസ് അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നില്ലേ? മുകേഷിനെ അടക്കം ചോദ്യം ഗവൺമെന്റും പോലീസുകാരും മീഡിയക്കാരും ആരും എന്നെ സപ്പോർട്ടും ഹെൽപ്പും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂട്ടുകെട്ടി. നടനും MLA-യുമായ മുകേഷ് അടക്കം 7 പേർക്കെതിരെ ലൈംഗിക പീഡന പരാതി മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയ ഘട്ടത്തിൽ ആലുവ സ്വദേശിയായ നടി സർക്കാരിനെക്കുറിച്ച് അന്നു പറഞ്ഞതിങ്ങനെ: ഞങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ SIT അതായത് DIG മാഡത്തിനും SP മാഡത്തിനും പൂങ്കുഴലി മാഡത്തിനും അവർക്ക് കൂടെ വന്ന എല്ലാവർക്കും, സിമി മാഡത്തിനും ഇന്ദു മാഡത്തിനും എല്ലാവരോടും ആനി മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത് നല്ലൊരു സമൂഹമാണ് ഇനി നാളേക്ക് ഉണ്ടാകാൻ പോകുന്നതിന് ഒരു വലിയൊരു ഉദാഹരണമാണ്. ഇന്നലെ ഇവിടെ വന്ന് ഈ മൊഴിയെടുത്തതും അവർക്കെതിരെ FIR ഇട്ടതും. ഇതിലെ തെറ്റും ശരിയും എന്തായാലും സാമാന്യയുക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് പരാതിക്കാരുടെ ന്യായം. തനിക്കെതിരായ പോക്സോ പരാതിയിൽ സർക്കാർ സഹായിക്കാത്തതുകൊണ്ട് താൻ നൽകിയ പരാതി പിൻവലിക്കുന്നുവെന്നാണ് വിശദീകരണം. ഈ പരാതികളെല്ലാം ഉയർന്ന കാലത്ത് നടൻ നിവിൻ പോളിക്കെതിരെ വന്ന സമാനമായ ബലാത്സംഗ പരാതി വ്യാജമാണെന്ന് കണ്ട പോലീസ് കോടതിയിൽ നടന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചിലർ നിയമം ദുരുപയോഗം ചെയ്യുമ്പോൾ ഇരകളെന്ന പരിഗണനയിൽ അവർക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പൊതുസമൂഹവും. ഇത്തരം വ്യാജ പരാതികൾ സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. നിരപരാധികൾ വേട്ടയാടപ്പെടുന്നു, ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, യഥാർത്ഥ വേട്ടക്കാർ മറഞ്ഞിരുന്ന് ഊറിച്ചിരിക്കുന്നു. ഒപ്പം ഇത്തരം വ്യാജ പരാതിക്കാരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി അജിത് കുമാറാണ് 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്.
കാക്കനാട്ടെ കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിലും അജിത് കുമാറിന്റെ വീട്ടിലും വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, എങ്ങനെയാണ് ഈ കൈക്കൂലി സംഭവം പിടികൂടപ്പെട്ടത്? ഇതെന്താണ് സംഭവം ശരിക്കും? എന്തോ BPCL കമ്പനിയിൽ ലേബർ തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് കൈക്കൂലി വാങ്ങിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 20,000 രൂപയാണ് UP സ്വദേശിയായ അജിത് കുമാറാണ് കൈക്കൂലി വാങ്ങിയത്. എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറാണ് അദ്ദേഹം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരിശോധന കാക്കനാട് ഓലിമുകളിലുള്ള കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിലും വിജിലൻസ് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അജിത് കുമാറിന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ്. 20,000 രൂപ ഈ ഭാരത് പെട്രോളിയം ലിമിറ്റഡിന്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൈക്കൂലി വാങ്ങിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ മറ്റേതെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ ഉത്തർപ്രദേശ് സ്വദേശിയായ അജിത് കുമാറാണ്. അദ്ദേഹം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലും കാക്കനാട് ഓലിമുകളിലുള്ള കേന്ദ്ര ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷൻ ഓഫീസിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്നാണോ പരിശോധന? തീർച്ചയായിട്ടും വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന, രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ മുൻപും അജിത് കുമാറിനെതിരെ ഉയർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി വിജിലൻസ് പരിശോധന നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇതിപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് പരിശോധന നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കൈക്കൂലി വാങ്ങിയിട്ടുള്ളത്. 20,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയതെന്നാണ് അറിയുന്നത്. കൂടുതൽ ഇത്തരം ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി വ്യക്തമാകാനുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് എറണാകുളം അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ പിടിയിലാവുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ അജിത് കുമാർ എന്ന ഡെപ്യൂട്ടി ചീഫ് ലേബർ കമ്മീഷണർ. കൊച്ചിയിൽ നിന്നും ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മുനമ്പം വഖഫ് ഭൂമി കേസ് പരിഗണിക്കുന്നത് കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ അടുത്ത മാസം 6 മാറ്റി. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീലാണ് കോടതി പരിഗണിച്ചത്. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരാൻ കോടതിയിൽ അപേക്ഷ നൽകി. മുനമ്പത്തെ വിവാദ ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിൽപ്പന നടത്തിയതെന്ന് കണ്ടെത്തി 2019 വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി വഖഫ് രജിസ്റ്ററിൽ ചേർത്തിരുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ 2 തീരുമാനങ്ങളും ചോദ്യം ചെയ്താണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുനമ്പം കേസിലെ കോടതി നടപടികൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ജഡ്ജി രാജൻ തട്ടിൽ നിർദ്ദേശിച്ചു. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ അപ്പീൽ പരിഗണിക്കവെയാണ് മാധ്യമങ്ങളെ വിലക്കിക്കൊണ്ട് ട്രൈബ്യൂണൽ നിലപാടെടുത്തത്. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നതാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, എന്തൊക്കെ പോംവഴികളാണ് പ്രധാനമായും സർക്കാരിന്റെ ആലോചനയിലുള്ളത്? പ്രധാനമായി ഡിജിറ്റൽ സർവേ, ഈ വഖഫ് ഭൂമി ആണ് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ നടത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സമവായ നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ചർച്ചയിലെ ഒരു അജണ്ടയായി മാറുക. അതിൽ വഖഫ് ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. റവന്യൂ നിയമ വകുപ്പ് മന്ത്രിമാർ, അതോടൊപ്പം ചീഫ് സെക്രട്ടറി, അതോടൊപ്പം വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. നേരത്തെ ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കേസിൽ കക്ഷി ചേരുന്ന നടപടികളെ കുറിച്ചുകൂടി യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം സർക്കാർ നിലപാട് ആരെയും ഈ വഖഫ് ഭൂമിയിൽ നിന്ന്, വഖഫിന്റേതെന്ന് അവകാശപ്പെടുന്ന ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതല്ല എന്ന സർക്കാർ നിലപാട് കൃത്യമായി ഉന്നതതല യോഗത്തിൽ വഖഫ് ബോർഡ് ചെയർമാനെ അടക്കം സർക്കാർ ബോധിപ്പിക്കും. മുഖ്യമന്ത്രി അടക്കം
ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡ് ചെയർമാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ എടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സമവായ നീക്കത്തിന്റെ ഭാഗമായി സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നടപടികളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അങ്ങനെ നിയമപരമായ വഴികളിലേക്ക് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി സർക്കാർ കടക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ കൃത്യമായി ഈ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള നിലപാടായിരിക്കും സർക്കാരിന്റേതെന്ന് നേരത്തെ തന്നെ ഉറപ്പ് വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിങ്ങനെ യോഗം ചേരാൻ പോകുന്നത് അല്പസമയത്തിനകം. 4 മണിക്ക് കോൺഫറൻസ് ഹാളിൽ മുഖ്യമന്ത്രി കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുന്നത്. വഖഫ് ഭൂമി പ്രശ്നത്തിൽ ഒരു പരിഹാരം തേടുകയാണ് സർക്കാർ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി സജി ചെറിയാനൊപ്പമാണ് പാർട്ടി. വിശദമായി നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. മന്ത്രി സജി ചെറിയാന് CPM-നെ പിന്തുണ. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം. മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ല എന്ന് യോഗം വിലയിരുത്തി. ഹൈക്കോടതി വിധിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ധാരണയും എത്തി. വയനാടിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിസംബർ 5-ന് കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ LDF യോഗവും തീരുമാനിച്ചു. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്ന സജി ചെറിയാന്റെ നിലപാടിനെ പിന്തുണച്ചാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല. തുടരന്വേഷണത്തിന് ഉത്തരവിടും മുൻപ് ഇരുഭാഗത്തെയും കേൾക്കണമെന്ന സുപ്രീം കോടതി വിധിയുടെ ലംഘനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി. ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ല. കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട. അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം. മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താനാണല്ലോ കോടതിയുടെ വ്യാഖ്യാനം. അപ്പോൾ അത് ആ ഭാഗം വ്യക്തമാണ്. CBI അന്വേഷണം എന്ന ആവശ്യം കോടതി തള്ളിയത് വഴി നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് P. രാജീവ് പറഞ്ഞു. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് എങ്ങനെയാണ് അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചോദ്യമുന്നയിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. വയനാടിനോടുള്ള അവഗണന ആരോപിച്ച് കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ സെക്രട്ടേറിയറ്റ് പിന്നാലെ ചേർന്ന ഇടതുമുന്നണി യോഗവും തീരുമാനിച്ചു. ഡിസംബർ 5-ന് രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. DC ബുക്സിനെതിരായ പരാതിയിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി EP ജയരാജൻ. DC ബുക്സുമായി യാതൊരു കരാറുമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയായി നൽകിയതെന്നും EP ജയരാജൻ പറഞ്ഞു. അതൊരു കരാറുണ്ടായി എന്ന് ഒരു മനുഷ്യനും ഇല്ല. അതൊരു ചിന്ത. ഇനി ഇല്ലാത്തൊരു ചിന്തയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പുസ്തകം തയ്യാറാക്കിയാലല്ലേ, അത് പൂർത്തീകരിച്ചാലല്ലേ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കലും കരാർ കൊടുക്കലും ഒക്കെ. കരാർ കൊടുക്കണമെങ്കിൽ 4-5 കരാറുണ്ട്. ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ സാധിക്കൂ. ഞാൻ നിയമ നടപടിയാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ ആ കാര്യങ്ങളെല്ലാം പത്രക്കാരോട് തുറന്നു പറഞ്ഞു. നിയമ നടപടി ആരംഭിച്ചു, പരാതി കൊടുത്തു, ലീഗൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ഒന്നും പറയാതെ കേന്ദ്രം. വയനാട് ദുരന്തത്തിൽ കേരളത്തിനുള്ള സഹായം സംബന്ധിച്ച് ഒളിച്ചുകളി തുടരുകയാണ് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേരളത്തിന് എന്തു നൽകുമെന്നോ എന്ന് നൽകുമെന്നോ വ്യക്തത വരുത്തിയിട്ടില്ല. നവംബർ 13-ന് മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടതെന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം. ഇതിനിടെ ധനസഹായം വൈകുന്നതിൽ വയനാട്ടിൽ ഹർത്താൽ നടത്തിയതിനെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇതുവരെ കോടതിയിൽ പറഞ്ഞതിനപ്പുറം കേരളത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല. കേരളത്തിന്റെ ആവശ്യങ്ങൾ വിശദമായി വിവരിക്കുന്ന സത്യവാങ്മൂലം ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ മാത്രമെന്നാണ് വ്യക്തമാക്കിയത്. നവംബർ 13-ന് മാത്രമാണ് കേരളം പണം ആവശ്യപ്പെട്ടത്. 16-ന് ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉന്നതാധികാര സമിതി യോഗം 153 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നു. ദുരന്ത മേഖലയിൽ സേവനം നടത്തിയ കേന്ദ്ര സേനകൾക്ക് പണം നൽകാൻ അധിക സഹായം വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണനയിലാണ്.
2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ തുടരുകയെന്ന് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേരളം പണം ആവശ്യപ്പെടാൻ വൈകിയെന്ന BJP നേതാക്കളുടെ നിലപാട് തന്നെയാണ് സത്യവാങ്മൂലത്തിലുമുള്ളത്. കേന്ദ്രം അനുവദിച്ചെന്ന് പറയുന്ന 153 കോടി പതിവ് സഹായം മാത്രമാണെന്നാണ് കേരളത്തിന്റെ വാദം. ഫലത്തിൽ വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അധിക സഹായം എത്രയെന്നോ എന്നു നൽകുമെന്നോ കേന്ദ്രം കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വയനാടിന് സഹായം വൈകുന്നുവെന്ന വിവാദത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ നടത്തിയ നടപടിക്കെതിരെ കോടതി രൂക്ഷ വിമർശനം നടത്തി. LDF, UDF നേതൃത്വങ്ങളുടേത് നിരുത്തരവാദപരമായ നടപടിയാണ്. ദുരന്ത മേഖലയിൽ ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇരകളായവരുടെ പുനരധിവാസം തന്നെയാണ് സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നെടുമ്പാലയിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യങ്ങൾ ഗുരുതരമാക്കുകയും ചെയ്യുന്നു. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതകളിടങ്ങളുമൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ വളരെ ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പം ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൺ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം. സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്തെ ഞെട്ടിച്ച വലിയ സ്വർണ്ണ കവർച്ചകളിലൊന്നാണ് കഴിഞ്ഞ രാത്രി മലപ്പുറത്ത് നടന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി കവർന്നെടുത്തത് 3.5 കിലോ സ്വർണ്ണമാണ്. കേസിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. സമയം രാത്രി 9 മണി. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു ഉടമ കിനാദിയിൽ യൂസഫും സഹോദരൻ ഷാനവാസും. MK ജ്വല്ലറി ഓടിട്ട കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ സ്വർണം ജ്വല്ലറിയിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ എന്നും രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. എന്നത്തെയും പോലെ ഇന്നലെയും സഹോദരനൊപ്പം സ്വർണവുമായി സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യൂസഫ്. ഇരുവരും യാത്ര തിരിച്ചതിന് പിന്നാലെ മഹീന്ദ്ര കാർ പിന്തുടർന്നു. കാറിലുള്ള സംഘം തങ്ങളെ പിന്തുടരുന്നതായി യൂസഫും സഹോദരനും തിരിച്ചറിഞ്ഞു.
കുറച്ചു സമയം പിന്തുടർന്ന ശേഷം കാർ സ്കൂട്ടർ ഇടിച്ചിട്ടു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപമായിരുന്നു വാഹനം. അപ്പോൾ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം മുഖത്തടിക്കുകയും സ്വർണമടങ്ങിയ ബാഗുമായി സംഘം കാറിൽ കടന്നുകളയുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കവർച്ച പൂർത്തിയാക്കി സംഘം മടങ്ങി. ഞങ്ങൾ കടടച്ച് അങ്ങനെ വീട്ടിലെത്താൻ നേരത്തെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല, എൻ്റെ ഇവിടെ കായി. പിന്നെ എന്നെ രണ്ടാളി അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി. ടിക്കിലുള്ള സാധനം എടുത്തുക്കണു. എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. യൂസഫിന്റെയും സഹോദരന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് CCTV ദൃശ്യം തന്നെയായിരുന്നു പ്രധാന തുമ്പ്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വാഹന പരിശോധനയും ഒടുവിൽ 4 പേരിലേക്കെത്തി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവർ കസ്റ്റഡിയിലായി. 4 പേരെ പോലീസ് പിടികൂടിയെങ്കിലും സ്വർണം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. തൃശൂർ ടീമിൻ്റെയിലാണുള്ളത്. അവിടെ കളക്ട് ചെയ്തതിനു ശേഷം പറഞ്ഞാണ് അവിടെ വിളിച്ച് പ്രതികളെ പോലീസ് എടുക്കും. നമ്മൾ അറിയുന്നത് 4 പേരെന്നാണ്. അവിടെ എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും. മലപ്പുറത്ത് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന സ്വർണം പൊട്ടിക്കൽ കവർച്ചാ കേസുകളിൽ കസ്റ്റഡിയിലായവർക്ക് ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. ന്യൂസ് 18 മലപ്പുറം. ആംബുലൻസിന് വഴിമുടക്കി കാറിന്റെ യാത്ര. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് നൽകാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. KL 48K 9888 നമ്പർ ഹുണ്ടായി കാറാണ് ആംബുലൻസിന്റെ വഴിമുടക്കിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റു വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടെ 2 വണ്ടിക്കാർ ഇടുക്കി നിർത്താൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട് നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലാണ് വാഹനമെന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ഡേസൻ ഡിസൂസയുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും RTO അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷിനെ ബാറിൽ വെച്ച് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കണ്ണൂർ കരിവള്ളൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയായ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം രാജേഷ് മുങ്ങിയിരുന്നു. പുതിയ തെരുവിലെ ബാറിൽ രാജേഷ് ഉണ്ടെന്ന് രാത്രിയോടെ പോലീസിന് വിവരം ലഭിച്ചു. ഇത് സ്ഥിരീകരിച്ചതോടെ പോലീസ് അവിടെയെത്തി. കുതറിയോടാനുള്ള ശ്രമത്തിനിടെ നാടകീയമായി പിടികൂടൽ. ഇന്നലെ വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം. ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയെ കരിവള്ളൂർ പലിയേരിയിലെ വീട്ടിലെത്തിയാണ് കൊലപ്പെടുത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരുക്കേറ്റു. വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന കേസ് പരിഗണിച്ചതിന് പിന്നാലെയാണ് രാജേഷ് വീട്ടിലെത്തി കൊല നടത്തിയത്. ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്കായി രാത്രി 7 മണിക്ക് പോകാനിരിക്കെയായിരുന്നു കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദിവ്യശ്രീയുടെ സംസ്കാരം നടക്കും. ന്യൂസ് 18 കണ്ണൂർ. പ്രശസ്ത എഴുത്തുകാരൻ ഓംചേരി NN പിള്ള അന്തരിച്ചു.
100 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആകാശവാണി ഉദ്യോഗസ്ഥനായിട്ടാണ് 1951 ഡൽഹിയിലെത്തിയത്. പിന്നീട് ഡൽഹി മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമാവുകയായിരുന്നു. 1924 വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ജനനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻസിൽ അധ്യാപകനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം രചിക്കുന്നത്. ദേശീയ തലത്തിൽ മലയാളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം പ്രസരിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഓംചേരി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. നാളെ വിധി അറിയാം. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നാളെയാണ്. ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പാലക്കാടിനൊപ്പം ചേലക്കരയും പോരുമെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. സിറ്റിംഗ് സീറ്റിനൊപ്പം പാലക്കാട് അട്ടിമറി മോഹം LDFിലും സജീവമാണ്. പാലക്കാട് വിജയം പ്രവചിച്ച് സോഷ്യൽ മീഡിയകളിൽ BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ചേലക്കരയിൽ ബൂത്ത് തല കണക്കുകൾ കൂട്ടി സിറ്റിംഗ് സീറ്റിൽ വിജയം ഉറപ്പിക്കുകയാണ് ഇടതുമുന്നണി. അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷ UDFിലുമുണ്ട്. ചേലക്കര കൈവിട്ടാൽ സർക്കാരും CPMഉം പ്രതിരോധത്തിലാകും. CPM കേന്ദ്രങ്ങളിൽ മരവിപ്പെന്ന AP അനിൽകുമാർ. പാലക്കാടും ചേലക്കരയിലും നല്ല ഭൂരിപക്ഷമുണ്ടാകുമെന്നും അനിൽകുമാർ ന്യൂസ് 18 പറഞ്ഞു. അങ്ങനെ പ്രകടമായിട്ട് അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ CPMന് പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. CPM അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു CPM കേന്ദ്രങ്ങളിൽ ഒരു മരവിപ്പ് നമുക്ക് പ്രകടമായിരുന്നു. അതുകൊണ്ട് പ്രചരണ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിലുള്ളതുപോലെ പ്രചരണ രംഗത്തും അത്ര സജീവമായിരുന്നില്ല. പാലക്കാടും ചേലക്കരയിലും നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് വളരെ വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഷാഫിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ നല്ല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 4000 താഴെ വോട്ടിനാണ് ഷാഫി ജയിച്ചെങ്കിൽ പ്രാവശ്യം 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ കേരളത്തിലെ നിയോജകമണ്ഡലങ്ങളൊന്നാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും UDF വളരെയധികം മുന്നിലോട്ട് വന്നു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരു നല്ല വോട്ടിന് അവിടെയും വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്ന് CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിലയിരുത്തൽ. വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞത് UDFന് വോട്ട് ചെയ്ത ജനങ്ങളുടെ അസംതൃപ്തിയാണെന്ന് സത്യൻ മുഖേരി പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളും വയനാടിന്റെ വികസനത്തിൽ, കേരളത്തിന്റെ വികസനത്തിൽ LDFന്റെ സമീപനങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നല്ല ക്യാമ്പയിൻ നടത്തിയത്. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഇന്ത്യ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. മഹായുതിയുടെ ഭരണ തുടർച്ചയോ മഹാവികാസ് അഘാഡിയുടെ അട്ടിമറി ജയമോ എന്താണ് ഉണ്ടാവുകയെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ BJPയും എക്സിറ്റ് പോളിൽ വിജയം ഉറപ്പെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും നിലനിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച മഹായുതി. BJPയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന NCPയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മറുഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡി. കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കേവല ഭൂരിപക്ഷമായ 245 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷവും മഹായുതിക്ക് ഭരണം പ്രവചിക്കുന്നു. മഹാരാഷ്ട്രയിൽ BJPക്കും കോൺഗ്രസിനും മാത്രമല്ല, ഇരു ശിവസേനകൾക്കും NCPയിലെ ഇരുപക്ഷത്തിനും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇരു ശിവസേനകളിൽ ആർക്കാണ് കരുത്തുന്നത് ഉദ്ധവ് താക്കറയ്ക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒരുപോലെ പ്രധാനമാണ്. ശരത് പവാറിനോ അജിത് പവാറിനോ പവർ എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാകും വരിക. വിജയപ്രതീക്ഷയിൽ ഇരുമുന്നണി നേതാക്കളും യോഗം ചേർന്നു. ഒപ്പം നിൽക്കുന്നവർ മറുകണ്ഠം ചാടാതിരിക്കാനും ചെറുകക്ഷികളെ കൂടെ കൂട്ടാനുമുള്ള ശ്രമം BJP തുടങ്ങിക്കഴിഞ്ഞു. അജിത് പവാർ നയിക്കുന്ന NCPയുടെ സീറ്റുകൾ ഭൂരിപക്ഷത്തിന് അനിവാര്യമായാൽ
അജിത് പവാർ വിലപേശുമോ എന്ന ആശങ്ക BJP ക്യാമ്പിനുണ്ട്. കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ശിവസേനയെ അടർത്തി BJP ഭരണം അട്ടിമറിച്ച പവാർ തന്ത്രം ഇക്കുറി തടയാനുള്ള മുൻകരുതലുകൾ BJP എടുത്തിട്ടുണ്ട്. ഏതു മുന്നണിയായാലും ഭൂരിപക്ഷം തീരെ ചെറുതെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. ഇതാണ് ചരിത്രം നൽകുന്ന പാഠം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഗൗതം അദാനിക്കെതിരെ കുറ്റപത്രം നൽകിയത് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ബാധിക്കില്ലെന്ന് അമേരിക്ക. അദാനിക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ധാരണയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസുമാണ് വ്യക്തമാക്കേണ്ടതെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജെയിൻ പിയറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൗരോർജ്ജ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് ഗൗതം അദാനി കോഴ നൽകിയെന്ന കേസിൽ ഇന്നലെ US കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആന്ധ്ര, ഒഡീഷ, ജമ്മു കശ്മീർ, ഛത്തീസ്ഗഡ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഉയർന്ന വിലയ്ക്ക് സൗരോർജ്ജം വാങ്ങാനായി കൈക്കൂലി നൽകിയെന്നാണ് കേസ്. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ തകരുകയാണ്. ഇന്നത്തെ മത്സരം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ 7 വിക്കറ്റിന് 67 റൺസ് എന്ന നിലയിലാണ്. ജസ്പ്രീത് ബുംറ 4 വിക്കറ്റുകൾ വീഴ്ത്തി. മുഹമ്മദ് സിറാജ് 2 വിക്കറ്റും സ്വന്തമാക്കി. ഓസ്ട്രേലിയൻ നിരയിൽ 5 താരങ്ങൾ 2 അക്കം കാണാതെ പുറത്തായി. നേരത്തെ ഇന്ത്യയും കൂട്ടത്തകർച്ച നേരിട്ടിരുന്നു. 150 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. 41 റൺസ് എടുത്ത നിതീഷ് റെഡ്ഡിയാണ് ടോപ്പ് സ്കോറർ. 2 അക്കം കടന്നത് 4 ഇന്ത്യൻ താരങ്ങൾ മാത്രം. മറുപടി ബാറ്റിംഗിൽ ഇപ്പോൾ ഓസ്ട്രേലിയയും സമാനമായ തകർച്ച നേരിടുകയാണ്. തിരുവനന്തപുരം മാനവീയം വീഥിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഇനി ഹോവറിന്റെ സഹായവും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയാണ് സിറ്റി പോലീസിന് 10 ഹോവറുകൾ കൈമാറിയത്. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ഈ ഇരുചക്ര വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങിയാൽ മാനവീയം വീഥിയുടെ സുരക്ഷ കൂട്ടാൻ സിറ്റി പോലീസ് ഹോവറുകളിൽ ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങും. മണിക്കൂറിൽ 18 കിലോമീറ്ററാണ് വേഗത. ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി 7 മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം. മുഖം മിനുക്കുന്ന നഗരത്തിന് സുരക്ഷാ കാര്യത്തിലും സ്മാർട്ടാകാൻ ഹോവറുകൾ സഹായമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി MB രാജേഷ്. ആധുനികമായ ഒരു ഡിവൈസാണ്. അതുപയോഗിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയ അതെ MDMA ഉൾപ്പെടെയുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഉപയോഗിച്ചത്. ലഹരി ഉപയോഗിച്ചവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് പുറമെ മോഷണ ശ്രമം തടയാനുള്ള ആന്റി തെഫ്റ്റ് അലർട്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ ഇരുചക്ര വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ മറ്റ് മേഖലകളിലും സുരക്ഷാ പരിശോധനകൾക്കായി ഹോവറുകൾ പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിറ്റി പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. അകാലത്തിൽ വിട പറഞ്ഞ കലാകാരന്റെ ഓർമ്മയ്ക്കായി രൂപകൽപ്പനയുടെ ഉത്സവം സംഘടിപ്പിച്ച സുഹൃത്തുക്കൾ. പാലക്കാട് കൂറ്റനാട് ഡിസൈനറായിരുന്ന ജയൻ മന്ത്രയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വേറിട്ട ആശയം. വെള്ളിയാങ്കലിൽ മുഖത്തെഴുത്തോടെ ആരംഭിച്ച ഫെസ്റ്റിവൽ ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കും. നാടൻ കലാകാരന്മാരായ സുബൻ, വിജയൻ പട്ടിശ്ശേരി എന്നിവരാണ് ഇതിന് പിന്നിൽ. അനുഷ്ഠാന കലാരൂപത്തിന്റെ മുഖത്തെഴുത്തോടെയാണ് ഫെസ്റ്റിവൽ ഓഫ് ഡിസൈന് തുടക്കമായത്. ഡിസൈനറായിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മയ്ക്ക് ജയനൊപ്പം നടന്നവർ സംഘടിപ്പിക്കുന്ന രൂപകൽപ്പനയുടെ ഉത്സവം വെള്ളിയാങ്കലിൽ ഭാരതപ്പുഴ തീരത്താണ് നടക്കുന്നത്. ചലനം, കാഴ്ചവഴി, ചിത്രമെഴുത്ത്, ഫോട്ടോ വാക്ക്, പ്രഭാഷണങ്ങൾ, പ്രദർശനങ്ങൾ, അവതരണങ്ങൾ എന്നിവ രൂപകൽപ്പനയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. ചിത്രകല, സിനിമ, പരസ്യകല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ രൂപകൽപ്പനയുടെ സവിശേഷതകളെക്കുറിച്ച് സംവാദങ്ങളും വർത്തമാനപത്രങ്ങളുടെ രൂപകൽപ്പനയും ചരിത്രവും വിഷയമാകുന്ന പ്രദർശനവും ഉത്സവത്തിന്റെ ഭാഗമാകും. രാജൻ, നീന്ദ്രരാജൻ, പ്രിനിൽ, ജിത് രാജ് എന്നിവർ മുഖത്തെഴുത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. സ്കൂൾ കുട്ടികളായ കുരുന്നുകൾ കോളേജിലെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാനെത്തിയാലോ? അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയിലാണ് ഈ വ്യത്യസ്ത അനുഭവം ഉണ്ടായത്. ഞങ്ങളും കോളേജിലേക്ക് എന്ന് പേരിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത്. കോളേജിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കുമൊപ്പം വിശേഷം പങ്കുവെച്ചും ക്ലാസ് മുറിയിൽ പങ്കാളികളായും ഒന്നിച്ച് ഉച്ചഭക്ഷണം പങ്കിട്ട് കഴിച്ചും ആടിയും പാടിയും അവരും ഒരു ദിവസം കോളേജ് കുമാരി കുമാരന്മാരായി.
വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, കോളേജ് ലൈബ്രറി എന്നിവ കുട്ടികൾ സന്ദർശിച്ചു. അധ്യാപകർക്കും കോളേജ് ജീവനക്കാർക്കും ഇതൊരു പുതുമയാർന്ന അനുഭവമായി. എല്ലാവരും ഹൃദ്യമായി കുട്ടികളോട് വിശേഷങ്ങൾ പങ്കുവച്ചു. പ്രിൻസിപ്പൽ ശിവമണി കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചുമുള്ള അറിവ് നൽകി. പ്ലസ് 2 ലെവലിലേക്ക് വരുമ്പോൾ തന്നെ ഏത് കോളേജിൽ പഠിക്കണം, എന്ത് ചേരണം, ഏത് കോഴ്സ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാകും. അതിനുള്ള ഒരു അവസരമാണ് നൽകി തന്നത്. കോളേജ് ലൈഫാണോ സ്കൂൾ ലൈഫാണോ നല്ലത് എന്ന ചോദ്യത്തിന് കോളേജിലെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും മറുപടി സ്കൂളാണ് നല്ലത് എന്നതായിരുന്നു. എന്നാൽ സ്കൂളിലെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും മറുപടി തിരിച്ചായിരുന്നു. കോളേജാണ് നല്ലത് എന്നതിൽ അവരിൽ എതിരഭിപ്രായമില്ല. പഠനം രസകരമാക്കുന്നതിനും കുട്ടികൾക്ക് പുതുമയാർന്ന വിദ്യാലയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനും നിരവധി വ്യത്യസ്തമാർന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന കാരറ ഗവൺമെന്റ് UP സ്കൂൾ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ച് നടപ്പാക്കിയ ഏകദിന പരിശീലന പരിപാടിയാണ് ഞങ്ങളും കോളേജിലേക്ക്. ചെറിയ പ്രായത്തിലെ ഉന്നത പഠനത്തെക്കുറിച്ച് ധാരണ നൽകുന്നതിനും ലക്ഷ്യബോധത്തോടെയുള്ള പഠനം ഉറപ്പുവരുത്തുന്നതിനുമാണ് കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ക്യാമ്പസ് അനുഭവം സമ്മാനിക്കുവാൻ ഇവിടുത്തെ അധ്യാപകർ തീരുമാനിച്ചത്. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് ജീവനി ക്ലബ്ബ് അംഗങ്ങളാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ന്യൂസ് 18 അട്ടപ്പാടി. ശരണപാതയിലൂടെ പരീക്ഷ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഉച്ചവരെ മാത്രം 45,000-ലധികം തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കിനാണ് ഇന്നലെ ശബരിമല സാക്ഷ്യം വഹിച്ചതും. വാരാന്ത്യമായതിനാൽ ഇന്നലത്തേക്കാൾ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വൃശ്ചിക പുലരിയിലെ കണക്കിനേക്കാൾ വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ മാത്രം 77,026 ഭക്തർ മല ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയാണ് മടങ്ങിയത്. വൃശ്ചിക പുലരിയിൽ ഏതാണ്ട് 72,000-ൽ തീർത്ഥാടകരാണ് എത്തിയത്. എന്നാൽ 18-ാം തീയതി 75,959 എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 75,000-ലധികം ആളുകൾ എത്തുന്ന ദിനങ്ങളിലേക്ക് തന്നെ തീർത്ഥാടനം നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ തിരക്കിൽ നിന്നും വ്യക്തമാവുന്നത്. കാരണം തീർത്ഥാടനം ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യമുണ്ട്. ഇതിനുശേഷമുള്ള ആദ്യ വാരാന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി പ്രവൃത്തി ദിനങ്ങൾ നഷ്ടപ്പെടാതെ അയ്യപ്പനെ കണ്ട് മടങ്ങാൻ കഴിയുമെന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. ഒപ്പം തീർത്ഥാടനം 12 വിളക്കിലേക്ക് എത്താൻ നിൽക്കുന്നു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് 12 വിളക്കിലേക്ക് അടുക്കുന്ന സമയമാണ്. തീർത്ഥാടനത്തിനായി മാലയിട്ട ശേഷം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി 12 നാൾ പിന്നിടുമ്പോഴാണ് മലയാളികൾ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങുന്ന സാഹചര്യം. നേരത്തെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് വലിയ തോതിൽ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മലയാളികളുടെ എണ്ണത്തിലും വലിയ മാറ്റം വരും എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഒപ്പം ഈ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ദേവസ്വം ബോർഡ് വിവിധയിടങ്ങളിലായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പോട്ട് ബുക്ക് സംവിധാനത്തോട് കൂടുതൽ ആളുകൾ ക്രിയാത്മകമായി തീർത്ഥാടകർ സഹകരിക്കുന്നു എന്നതാണ്. ഇതിൽ 9,254 പേർ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം സന്നിധാനത്തിന് ദർശനത്തിനെത്തിയിരിക്കുന്നു. ഒപ്പം ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാത്രം, അതായത് 7 മണി വരെയുള്ള കണക്കനുസരിച്ച് 19,583 പേർ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി. പുലർച്ചെ നട തുറന്നപ്പോൾ തീർത്ഥാടകരുടെ നീണ്ട നിര മരക്കൂട്ടവും പിന്നിട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ഫ്ലൈ ഓവറിലും ഒപ്പം നടപ്പന്തലുകളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് ഇന്ന് ഈ തീർത്ഥാടകരുടെ എണ്ണം ഒരുപക്ഷെ ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടകരുടെ എണ്ണമായി മാറും എന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വലിയ തോതിൽ തീർത്ഥാടകർ എത്തുമ്പോഴും വഴിക്കും സുഗമമായ ദർശനം ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട്. പടി ചവിട്ടുന്ന വേഗത കൂട്ടിയിട്ടുണ്ട്. ഒപ്പം ഫ്ലൈ ഓവറുകളിലൊക്കെ ആയാലും ക്രമാനുഗതമായി ആളുകളെ കടത്തിവിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരാതിരഹിതമായാണ് ഈ ഘട്ടത്തിൽ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. MS അനീഷ് കുമാറാണ് സന്നിധാന വിവരങ്ങൾ നൽകിയത്. സന്നിധാനത്ത് മണിമാളിക അടക്കമുള്ള കെട്ടിടങ്ങളുടെ ചുവരുകളിൽ അയ്യപ്പന്റെ ചിത്രം വരയ്ക്കുകയാണ് മനു എന്ന ചിത്രകാരൻ.
10 ദിവസങ്ങൾക്ക് മുമ്പാണ് മനു ചിത്രങ്ങൾ വരയ്ക്കാൻ ആരംഭിച്ചത്. തനിക്ക് ലഭിച്ച നിയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് മനു ന്യൂസ് 18 പറഞ്ഞു. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തോട് ചേർന്ന മണിമാളികയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് മനു എന്ന കലാകാരൻ. മനു വെറും ചിത്രങ്ങളല്ല വരയ്ക്കുന്നത്, സ്വാമി അയ്യപ്പന്റെ ചരിത്രമാണ്. മനുവിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മനു, അയ്യപ്പന്റെ ചിത്രം വരയ്ക്കാൻ, അതും സന്നിധാനത്ത് വരയ്ക്കാനുള്ള ഒരു ആലോചന വന്നത് എപ്പോഴാണ്? നമസ്കാരം സാറേ. പിന്നെ എൻ്റെ പേര് മനു. എൻ്റെ സ്ഥലം പത്തനാപുരത്തിനും പുനലൂരിനും ഇടയ്ക്ക് ചേകം എന്ന് പറയുന്ന സ്ഥലത്താണ് സാറേ ഞാൻ താമസിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അതിനുശേഷം 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കുറച്ച് നാൾ ചിത്രമായിരുന്നു പഠിച്ചു. അതിനുശേഷം കോട്ടയത്ത് മോഹൻ മണിമല്ല എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ചിത്രം തന്നെ കുറച്ചും കൂടെ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്തായിരുന്നു ജോലി. അങ്ങനെ ഇരിക്കുമ്പോഴും ജോലി കുറഞ്ഞായിരുന്നു. കുറച്ച് വർക്കുകൾ കുറഞ്ഞ സമയത്ത് ഞാൻ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുമായിരുന്നു. മരം വെട്ടാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കും, ആ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൈ കൊണ്ട് മരം ടാപ്പിങ് ചെയ്യണം. ഒരു ദിവസം പാലും കൊണ്ട് വരുന്ന സമയത്ത് മറിഞ്ഞു വീണ് ഈ കൈ ഒടിഞ്ഞ് കമ്പി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ഈ മറിഞ്ഞു വീണ സ്ഥലമൊക്കെ ഈ കൈ ഒന്ന് ഇച്ചിരി റെഡിയായ സമയത്ത് മറിഞ്ഞു വീണ സ്ഥലമൊക്കെ കാണാൻ പോയ സമയത്താണ് തോട്ടത്തിൽ അവിടെ വെച്ച് ഈ പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കിള്ളു ഉണ്ണി എന്ന് പറഞ്ഞ ആ ചേട്ടായി അവിടെ വെച്ച് കാണാൻ പറ്റി. തടിയുടെ ബിസിനസ്സാണ് പുള്ളി. അങ്ങനെ തടിയുടെ കാര്യത്തിന് വേണ്ടി അവിടെ വന്നപ്പോൾ എന്നെ കാണുകയും അപ്പോഴെന്നോട് പറഞ്ഞ പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവരിലെ ദശാവതാര ചിത്രങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും തിരുമേനിയെ കണ്ടിട്ട് ആദ്യം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ചുവരിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമോ? കാരണം ഒന്നാമത് ഈ കൈ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പം തിരുമേനി തന്നെ പറഞ്ഞു, അല്ല, താങ്കൾ തന്നെ ചിത്രം വരയ്ക്കണമെന്ന്, ഞാൻ തന്നെ ചിത്രം വരയ്ക്കണം. അങ്ങനെ അത് ദൈവം പറയിപ്പിച്ചതാണ്. അങ്ങനെ അവിടെ ചിത്രങ്ങൾ വരയ്ക്കുകയും ആ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരികയും അത് എല്ലാം നല്ലവരായ നല്ല ആൾക്കാർ എല്ലാം എന്നോട് ഇഷ്ടമുള്ളവരെല്ലാം ഷെയർ ചെയ്യുകയും അപ്രകാരം അടുത്ത ക്ഷേത്രമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മതിലെ ചിത്രം വരയ്ക്കാൻ അവസരം കിട്ടുന്നു. അങ്ങനെ അവിടെയും പോയി ചിത്രങ്ങൾ വരച്ചപ്പോൾ അതും അങ്ങ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അപ്രകാരം ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറായ പ്രശാന്ത് സാറ് ക്ഷേത്രത്തിൽ ആവശ്യങ്ങൾക്ക് അവിടെ വരികയും അപ്രകാരം ചിത്രങ്ങൾ കാണുകയും ചെയ്തു. അങ്ങനെയാണ് എന്നെ ഇവിടേക്ക് ചിത്രം വരയ്ക്കാൻ ക്ഷണിക്കുന്നത്. ശബരിമല പാതയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഇലവുങ്കലിന് സമീപം വട്ടപ്പാറയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ബസ്സും തെലങ്കാനയിലെത്തിയവരുടെ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും സാരമായിട്ടുള്ള പരിക്കുകളില്ല. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7200, പവന് 57,600. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5960, പവന് 47,680. വെള്ളി ഗ്രാമിന് 98 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സിന്റെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.